തലൈവൻ തമ്പി തലൈമയിൽ തലൈമയിലല്ല തലൈമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഓക്കെ, ഇത് രണ്ട് ആസ്പെക്റ്റിലും ഒരു ലീഡർ എന്നുള്ള നിലയിലായിരിക്കാം. ഓക്കെ ഫൈൻ. എന്തായാലും ഈ സിനിമയുടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് റൈറ്റേഴ്സ് ആരെന്ന് നോക്കട്ടെ. ഇത് ഒരു മലയാളി ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എഴുതിയിരിക്കുന്ന ആരെന്നുള്ളതാണ് നോക്കേണ്ടത്. എഴുതിയിരിക്കുന്നത് മലയാളികൾ തന്നെ എന്നാണ് തോന്നുന്നത്. നിതീഷ് സഹദേവ്, അനുരാജ് ഓബി, സഞ്ജോ ജോസഫ്. ഇവരെന്തായാലും മലയാളികളായിരിക്കും. ഒരു തമിഴനെങ്കിലും കാണണം. അനുരാജ് ഓബി മിക്കവാറും തമിഴായിരിക്കാം. പക്ഷെ അവിടെയാണ് ഈ സിനിമ എനിക്ക്, കാരണം ഞാൻ തമിഴ് അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ തമിഴിനകത്ത് കൊടുത്തിരിക്കുന്ന, അതായത് റൈറ്റിങ്ങിൽ വന്നിരിക്കുന്ന കോമഡി ഒന്നും എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പഞ്ചിങ് ആയിട്ട് തോന്നിയില്ല. ഈ കോമഡി എന്ന് പറയുന്നത് റൈറ്റിങ്ങിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം സിനിമയുടെ സന്ദർഭവും കഥാപാത്രങ്ങളും ഒക്കെ ഒരു മെറ്റഫറാക്കി വെച്ചുകൊണ്ട് പുള്ളി വേറൊരു കാര്യമാണ് പറയുന്നത്. ഒരു വലിയൊരു ആശയത്തിന് ഈ ഒരു മെറ്റഫർ വെച്ച് അവതരിപ്പിച്ച് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആ ഒരു കാര്യത്തിൽ സിനിമ 100% വിജയിച്ചു. പ്രത്യേകിച്ച് ജീവ എന്ന് പറയുന്ന ഒരു ആക്ടർ അതിനകത്ത് എടുത്ത് പറയേണ്ടതാണ്. കാരണം തമിഴിൽ വേറെ ഏതൊരു ആക്ടർ ഈ കഥാപാത്രത്തിൽ ചെയ്താലും ഈ രീതിയിൽ വർക്കാകത്തില്ല. ജീവ ബൈ ഡിഫോൾട്ട് ഹീസ് എ ഗുഡ് കൊമേഡിയൻ. അതായത് സ്ലാപ് സ്റ്റിക്ക് ചെയ്യാനായിരുന്നാലും ജീവയുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് പോലും നമുക്ക് ചിരിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ജീവ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുഞ്ഞു സിനിമയാണ്. ഇങ്ങനത്തെ കുഞ്ഞു സിനിമകളൊന്നും അഭിനയിക്കേണ്ട ഒരു ആക്ടറൊന്നുമല്ല അദ്ദേഹം. തമിഴിലെ വൺ അമംഗ് ദ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ RB ചൗധരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ്. ആളിപ്പോൾ കുറേ നാളായിട്ട് സിനിമയിൽ കാണാതിരുന്നിട്ട് പെട്ടെന്ന് പുള്ളി ഈ ഒരു സിനിമയിൽ വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ആ ക്യാരക്ടർ പുള്ളി നന്നായിട്ട് മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഥാപാത്രം അദ്ദേഹത്തിന് വേണ്ടി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഈ സിനിമയുടെ രസം. പിന്നെ ബാക്കിയുള്ള കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാന്ദർഭികമായിട്ടുള്ള കോമഡീസ് ഉണ്ട്. അതെല്ലാം 100% വർക്കായിട്ടുണ്ട്. ഞാൻ ഈ മെറ്റഫർ എന്ന് പറയാൻ കാരണം ഒരു നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുക. അതായത് ഒരു വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു പിന്നിലെന്തോ അവരുടെയൊക്കെ പാസ്റ്റിൽ കുറച്ച് കണക്ഷൻസൊക്കെ ഉണ്ട്. ജീവയായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വീട്ടിൽ മരണം നടക്കുകയും ആ സെയിം ഡേയിൽ കല്യാണം നടക്കേണ്ട ഈ രണ്ട് സിറ്റുവേഷനും ഒരേ ദിവസം ഒരേ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവ വികാസങ്ങളാണ്. അതാണ് സിനിമയുടെ ഒരു ഓൺലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആശയം അദ്ദേഹം നമ്മളിലേക്ക്, വ്യൂവേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് വർക്ക്ഡ്, 100% വർക്ക്ഡ്. സോ അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ ആ ഒരു കോമഡി എലിമെൻറ്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ റോള് വിഷ്ണു വിജയ് അല്ലേ, ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കുറേ മലയാളി ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. നിതീഷ് സഹദേവ് നമ്മുടെ മലയാളത്തിൽ ഫാലിമി എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ്. സോ കോറൈറ്റേഴ്സ് സുർജിത് ഗോപിനാഥ് മലയാളിയാണ്. അങ്ങനെ കുറേ മലയാളി സാന്നിധ്യം ഈ സിനിമയ്ക്ക്. അനുരാജ് ഓബി, അമിത് മോഹൻ, രാജേശ്വരി. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്തോന്നായിരുന്നു, വിഷ്ണു വിജയ് കമ്പോസർ. ഈ സിനിമ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ട് ആദ്യം എത്തിക്കും, ഒരു ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ്. അപ്പോൾ അവിടെ ഈ സിനിമയുടെ VFX ഒക്കെ വലിയ കുഴപ്പമില്ലാതെ രസമുണ്ടായിരുന്നു. അതാണ് കുഞ്ഞ് സിനിമയ്ക്കകത്ത് വരുന്ന VFX ആണ്. അതുപോലെ ഇതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ് അത് നല്ല രസമുണ്ടായിരുന്നു. അത് മീൻസ് ഒരു വില്ലേജിൽ 2 വീടുകളുടെ ചുറ്റുപാടിൽ നടക്കുന്ന സംഭവമാണ് സിനിമ. പക്ഷേ അതിനകത്ത് തന്നെ ആ ഒരു കൊച്ചു ഗ്രാമം കാണിക്കുമ്പോൾ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഒരു വലിയ വാട്ടർ ടാങ്ക്, അതും സിനിമയായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓവറോൾ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എക്കോ സിസ്റ്റം, ഇറ്റ് വർക്ക്ഡ് വെരി വെൽ. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തുള്ള ആക്ടേഴ്സും. നമ്മുടെ സൂ ഫ്രം സോ സിനിമയാണ് പെട്ടെന്ന് ഇതിൻ്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായ സൂ ഫ്രം സോ ആ ഒരു മോഡലാണ് ഇതിനെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ അത്രയും അങ്ങോട്ട് കോമഡി അതായത് ഡയലോഗ്സിലുള്ള കോമഡി അത്രത്തോളം അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പക്ഷേ സ്ലാപ് സ്റ്റിക്ക് 100% വർക്കായിട്ടുണ്ട്. എവിടെയൊക്കെ ഒരു കോമഡി എലിമെൻറ്റ് കൊണ്ടുവന്ന് നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. കാരണം അതൊക്കെ സാന്ദർഭികമായിട്ടുള്ള കോമഡിയാണ്. അതെല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ ഓരോ സന്ദർഭങ്ങളെയും ലിഫ്റ്റ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. അത് വിഷ്ണു വിജയുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം അദ്ദേഹം ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം എടുത്തു നോക്കിയാൽ അറിയാം, നല്ല ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്. പ്രത്യേകിച്ച് കുഞ്ഞു സിനിമകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കാം. പ്രത്യേകിച്ച് ചിലപ്പോൾ അവിടെ നടക്കുന്ന ഒരു പാട്ടയും കൊട്ടും പരിപാടിയൊക്കെ ആയിരിക്കും. എൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ഏതൊരു സിനിമ, പെട്ടെന്ന് ആ സിനിമ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഹ്യൂമൻ ജ്യോതിറൊക്കെ ഉള്ളൊരു സിനിമയാണ്. അതിലും വിഷ്ണു വിജയായിരുന്നു. അതിനകത്ത് കുറേ
ഒരു സംഭവം നടക്കുന്ന ആ പ്രമിസസിൽ ഒരു ബാൻഡ് ട്രൂപ്പുണ്ട്. അപ്പോൾ ആ ബാൻഡ് ട്രൂപ്പിനെ യൂസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയും അദ്ദേഹം അങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി ഈ മ്യൂസീഷ്യൻ്റെ സൈഡിൽ നിന്നുണ്ട്. അതായത് സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ളൊരു ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അപ്രോച്ച് അത് കിടുവായിട്ട് വർക്കായിട്ടുണ്ട്. സോ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എന്ന് വെച്ചിട്ട് ഈ ഡയലോഗ്സ്, അതായത് സിനിമയുടെ തിരക്കഥ എനിക്ക് കുറച്ച് വീക്കായിട്ട് തോന്നി. വീക്ക് ഇൻ ദ സെൻസ് ഡയലോഗ്സിലൊന്നും കോമഡിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് തമിഴിലായപ്പോഴത്തേക്ക് അതത്ര ഒരു പഞ്ച് കിട്ടാത്ത കണക്ക് പലയിടത്തും അനുഭവപ്പെട്ട്. എന്ന് വെച്ചിട്ട് സിനിമ ഓവറോൾ സിനിമ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ച, സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ആ ഒരു സുഖം, ആ ഒരു സന്തോഷം, ആ ഒരു എന്താ ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് കോമഡി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായതുകൊണ്ടാണ് ഇവിടെയൊക്കെ കുറച്ച് അപാകതകൾ തോന്നിയത്. അത് ഞാനൊരു കുറ്റമായിട്ട് പറയല്ല. സോ മൂവി എൻ്റർടൈനിങ് ആണ്. പ്രത്യേകിച്ച് ടൈം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. 2 മണിക്കൂർ അടുപ്പിച്ച് കണ്ട സിനിമയുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. വെറുതെ ടൈം കില്ലിംഗ് അല്ല, വളരെ പ്രിസൈസായിട്ട് പറയാനുള്ളത് പ്രിസൈസായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് 10 ഞാൻ 8 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.